ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായില്ലേ കണ്ടിട്ട്. അത്ര നല്ല സുഖകരമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് വരാത്തത്. ഇതെല്ലാം മാറിയതിന് ശേഷം, നമ്മൾ നോർമൽ ലൈഫിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് എന്നും കാണാം. ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു പുളി ആണല്ലേ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത്. ഇത് പുളിയൊന്നും ചേർക്കാതെ വെറും പച്ചമുളകും വെളുത്തുള്ളിയും മാത്രം ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു സിമ്പിൾ ചമ്മന്തി. ഇപ്പം ഈ അവസ്ഥയിൽ നമുക്ക് നോണൊക്കെ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും പച്ചക്കറി മടുത്തിട്ടുണ്ടാവും, ചിലവർക്ക് അസിഡിറ്റി പ്രോബ്ലങ്ങൾ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഈ ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകാണ് ചതച്ചെടുക്കാനാണ് പോകുന്നത്. മിക്സിയിലിട്ട് നമ്മൾ അടിക്കുമ്പോൾ അത് നല്ല പേസ്റ്റ് ആവും. അത്ര പേസ്റ്റാക്കി എടുക്കണ്ട. അപ്പോൾ ഇതിലെ എണ്ണ ഒന്നും ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര. ഇതാണെങ്കിൽ ഒട്ടും എരിവില്ലാത്തൊരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചതച്ചതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ചതച്ചെടുക്കണ്ട. ഈ പച്ചമുളകിൻ്റെ തൊലി നമുക്ക് കടിക്കുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് ശരിയായൊരു രുചി കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു നുള്ള് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടിയും ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്താൽ ചമ്മന്തി റെഡിയായി. ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.